നമസ്തേ, രാംസ് വോയിസിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് ഇലക്ഷൻ്റെ കലാശക്കൊട്ട് കഴിഞ്ഞു. എല്ലാവരും വിശ്രമത്തിലാണ്. ഈ കലാശക്കൊട്ട് ദിനം മറ്റൊന്നും കൂടി സംഭവിച്ചു. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് സഭാധ്യക്ഷന്മാരുമായിട്ട് ചർച്ച നടത്തി നമുക്കിതെല്ലാം കോംപ്രമൈസ് ചെയ്യാം എന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഈ വഖഫ് വിഷയം മുനമ്പത്തിൽ മാത്രം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഭാഗത്തു നിന്ന് നടക്കുന്നത്. വഖഫ് വിഷയം ഒരിക്കലും ഒരു മുനമ്പത്തെ പ്രശ്നം മാത്രമായിട്ടുള്ള ഒരു വിഷയമല്ല. അവിടെ ഒരു മുനമ്പം മാത്രമല്ല, ഇപ്പോൾ വന്നിട്ട് ചാവക്കാടുണ്ട്, വയനാടുണ്ട്, മറ്റു പല ക്ഷേത്രങ്ങൾ പോലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. ഒരിക്കലും പത്രമാധ്യമങ്ങളോ അതല്ലെങ്കിൽ ചാനൽ മാധ്യമങ്ങളോ നമ്മളെ അറിയിക്കില്ല. പക്ഷേ ഇത് ഓരോരുത്തരും സ്വയം തപ്പിയെടുത്ത് കണ്ടുപിടിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ സ്ഥലം വഖഫ് പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നാളെ പെടാം, ഇന്ന് പെട്ടിട്ടില്ലെങ്കിൽ നാളെ പെടാം. അപ്പോൾ ഇത് കേവലം മുനമ്പത്തെ ഒരു പ്രശ്നമാക്കി ഒതുക്കാനും മറിച്ച് ഈ രാജ്യം മുഴുവനും നിലനിൽക്കുന്ന ഭീതി അതങ്ങനെ കിടക്കട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ ലീഗിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഉദ്ദേശം. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, മറ്റന്നാൾ നടക്കുന്ന പാലക്കാട് ഇലക്ഷൻ, ഈ ഇലക്ഷനിൽ നിന്നും തങ്ങൾക്കൊരു ക്ഷീണം സംഭവിക്കരുത്, ക്രിസ്ത്യാനികൾ വോട്ട് മറിച്ച് കുത്തരുത്. കാരണം ക്രിസ്ത്യാനികളാണല്ലോ സംഘടിതമായിട്ടുള്ളൊരു വിഭാഗമുള്ളത്. ലീഗ് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികൾ സഭയുടെ കീഴിൽ, വിവിധ സഭയുടെ കീഴിൽ അവരൊരുമിച്ചാലോ, ഈ പ്രശ്നം രൂക്ഷമായാലോ, അതുകൊണ്ട് അവരെ ഒന്ന് ഒതുക്കുക. ഇപ്പം ലീഗിൻ്റെ ഈ സഭാധ്യക്ഷന്മാരെ കാണുന്ന പ്രശ്നം അല്ലെങ്കിൽ ആ രീതി കാണുമ്പോൾ വിചാരിക്കും അവിടെ ക്രിസ്ത്യാനികൾ മാത്രമുള്ളൊരു സ്ഥലമാണ് മുനമ്പം തോന്നും. അവിടുത്തെ സമരക്കാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സമരക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സർവ്വമത സമ്മേളനം നടത്തിയിട്ട് വേണ്ടേ ഈ പ്രശ്നം തീർക്കാൻ? അതല്ല, സഭ ഇടഞ്ഞു നിൽക്കുന്നു. ആ സഭയുടെ ഇടഞ്ഞു നിൽക്കുന്ന പ്രശ്നങ്ങളൊന്ന് സോപ്പിട്ട് സോൾവ് ചെയ്യുക ഈ ഇലക്ഷൻ കഴിയുന്നവരെ. അതല്ലെങ്കിൽ പിന്നീട് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയും അത് കോടതിയിൽ കിടക്കുന്ന കാര്യമില്ല, അപ്പം നമ്മൾ അതിൽ കോടതിയിൽ ഇപ്പോൾ എന്ത് പറയാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് മാറാം നാളെ. കാരണം കോടതിയിലാണ് മാറ്റർ കിടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ലീഗ് പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല, കോംപ്രമൈസ് ചെയ്യണം, അവർക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുക്കണം. അതേ സമയത്ത് സുപ്രഭാതത്തിൽ വന്ന ലേഖനം വായിച്ചല്ലോ, വഖഫ് ഈസ് ആൾവേസ് വൺസ് വഖഫ് ഈസ് ആൾവേസ് വഖഫ് എന്നുള്ള രീതിയിലാണ് വന്നത്. വഖഫിൻ്റെ ഭൂമി തൊട്ട് കളിച്ചാൽ കിട്ടും. അവിടെ SDP പറഞ്ഞിരിക്കുന്നു വേണ്ടി വന്നാൽ ഞങ്ങൾ ഇറക്കി വിടും, ബലം പ്രയോഗിച്ച് ഇറക്കി വിടും എന്നുള്ള വാർത്തയും കേൾക്കുന്നു. അപ്പം ഈ ഇസ്ലാമിക പക്ഷത്ത് തന്നെ വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായം. ലീഗ് ജനാധിപത്യം, മതേതരത്വം, അതുകൊണ്ട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു. മറുവശത്ത് തൊട്ടപ്പുറത്ത് എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമാണ് വരുന്നത്, ലീഗല്ല ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമാണ് പ്രശ്നം, അതുകൊണ്ട് ആ കളി വേണ്ട, ഞങ്ങൾക്ക് വഖഫിൻ്റെ ഭൂമി വഖഫിന്. എങ്ങനെയുണ്ട്? അപ്പം ഇത് ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ മുസ്ലിം സമൂഹം വ്യത്യസ്ത തലങ്ങളിൽ കളിക്കുകയാണ്. അവരൊരു തലത്തിലേക്ക് എത്തുന്നില്ല. ലീഗ് ഇത് കോംപ്രമൈസ് ചെയ്യാനൊന്നുമില്ല. ഇത് വഖഫിൻ്റെ ഭൂമിയല്ലേ,
അതിൽ പിന്നെ എന്ത് കോംപ്രമൈസ്? കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ കേസ് ഏതാണ്? കോടതിയിൽ തീരില്ലെന്ന് വഖഫിന് കൃത്യമായിട്ട് അറിയാം. കാരണം ഇത് ഭൂമി വഖഫിൻ്റെതാണ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമി കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ നിയമത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. കോടതിയിൽ ആൾറെഡി പോയി കഴിഞ്ഞു. കോടതി വിധി പറഞ്ഞു കഴിഞ്ഞു. ഇത് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത് എന്താണ്, ഇത് വഖഫിൻ്റെ ഭൂമിയാണോ അല്ലയോ എന്ന്. ഒറ്റ മണിക്കൂർ കൊണ്ട് വഖഫിന് തീരുമാനം എടുക്കാം. പിന്നെ ഈ ലീഗ് എന്തിനാണ് അവിടെ പോയി ഈ മെത്രാമാർ, സഭയുടെ അധ്യക്ഷന്മാരൊക്കെ കാണുന്നത്? ലീഗിന് നേരെ പോകേണ്ടിയിരുന്നത്, ലീഗ് എവിടേക്കാണ് പോകേണ്ടിയിരുന്നത്? ലീഗ് നേരെ പോകുന്നത് വഖഫിൻ്റെ ഓഫീസിലേക്കല്ലേ പോകേണ്ടത്. ആ വഖഫിൻ്റെ ആളുകളല്ലേ കാണേണ്ടത്, അതിൻ്റെ ചെയർമാനല്ലേ കാണേണ്ടത്. അവിടുത്തെ വഖഫ് ബോർഡിലെ അംഗങ്ങളെ കണ്ടിട്ടല്ലേ സംസാരിക്കേണ്ടത്. ഇത് വഖഫിൻ്റെ ഭൂമിയല്ല, ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, വഖഫ് ഇതിൽ നിന്ന് പിന്മാറണം. വഖഫിന് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഈ ഭൂമി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്കൊരു ഫാത്തിഹ ഓതി പിരിയാം എന്ന് പറഞ്ഞാൽ തീർന്നു പ്രശ്നം. ഈ ഭൂമി അള്ളാൻ്റെതല്ല എന്ന് വഖഫ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ മുനമ്പത്തെ പ്രശ്നം തീരും. അതല്ലാതെ ഈ ലീഗുകാർ എന്തിനാണ് സഭയുടെ അധ്യക്ഷന്മാരെ കണ്ടിട്ട് ഞങ്ങളത് കോംപ്രമൈസ് ആക്കാൻ, ഞങ്ങൾ ഗവൺമെൻറ്റിയോട് സംസാരിക്കാം? ഇതിൽ ഗവൺമെൻറ്റിന് ഇത് റോളാണുള്ളത്. ഗവൺമെൻറ് ചെയ്യേണ്ട റോളൊക്കെ ഗവൺമെൻറ് ചെയ്തു. അത് വഖഫിൻ്റെ ആണെന്ന് എഴുതി കൊടുത്തു ഗവൺമെൻറ്. അതാണ് ഇടതുപക്ഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിലവിൽ ഗവൺമെൻറ്റിനോ കോടതിക്കോ ചെയ്യാവുന്നതിലും ഉപരിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് വഖഫ് ബോർഡിനാണ്. മാത്രമല്ല ഇത് മുനമ്പം മാത്രം വിഷയം തൽക്കാലം അങ്ങ് മാറ്റിവെച്ചാലും, ഇനി വഖഫ് ബോർഡ് പിന്മാറിയാലും നാളെ വീണ്ടും ഇതേ ആവശ്യമെന്ന് ആരെങ്കിലും വരാം. ഇത് വഖഫിൻ്റെതായിരുന്നു, എങ്ങനെയാണ് വഖഫ് ആ തീരുമാനം എടുക്കുക? ആ തീരുമാനം എടുക്കാൻ വഖഫിന് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ കുഴഞ്ഞില്ലേ? വീണ്ടും പ്രശ്നമാവും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തണം. വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താതെ ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇന്ന് മുനമ്പാണെങ്കിൽ നാളെ ഏതെങ്കിലും പള്ളിയെ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലം, അതല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങളുടെ ഭൂമി, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഒരിക്കൽ ഈ ഭൂമി വഖഫ് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ കോടതിയിൽ എത്ര കാലം കോടതിയിൽ പോകാൻ പറ്റില്ല. കോടതി അറിയാണ് വഖഫിൻ്റെ ഭൂമിയാണ്, വഖഫ് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. വഖഫിൻ്റെ ട്രിബ്യൂണലിൽ പോയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉടമ മരിച്ചു പോകും. അത്രയും കാലം പിടിക്കും. ഇത് തന്നെ ഇപ്പം എത്ര കാലമായി തുടങ്ങിയിട്ട് മുനമ്പത്തെ പ്രശ്നം. അപ്പം ആത്യന്തികമായിട്ട് സഭ പറയേണ്ടിയിരുന്നത് ഇത് കേവലം മുനമ്പത്തെ ജീവിതങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് ജാതി മത ഭേദമന്യേ ചാവക്കാട്ടെയും വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ഇതിന് ബാധിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ്. അപ്പോൾ ഇതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല, ജാതിയുടെ പ്രശ്നമല്ല, ഇത് ഈ പറയുന്ന ഭാരതത്തിലെ മുഴുവൻ മനുഷ്യൻ്റെയും പ്രശ്നമാണ്. ആ മനുഷ്യൻ്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് വേണം ഇതിൽ ഇടപെടാൻ. ലീഗ് ഒരൊറ്റ തീരുമാനമെടുത്തായി ലീഗ് ഞങ്ങളുടെ മുഴുവൻ MP-മാരും മോദിജി ഇപ്പോൾ കൊണ്ടുവന്ന ബില്ലിനെ അനുകൂലിക്കും. ഇതിൽ വേറെ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത്. ഇപ്പം വഖഫിൻ്റെ ഭൂമിയാണ്, വഖഫിനെടുക്കാം. പക്ഷേ
അത് വഖഫ് തീരുമാനിക്കാൻ പാടില്ല. അതൊരു ഈ രാജ്യത്ത് നിലവിലുള്ള ഒരു ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള കോടതികളുണ്ട്. ആ കോടതികളാണ് തീരുമാനിക്കേണ്ടത്. പകരം ആ കോടതിയുടെ അധികാരം ഇന്ന് വഖഫിൻ്റെ അടുത്തുണ്ട്. അത് ഒഴിവാക്കണം. അത് മാന്യതയല്ലേ ലീഗുകാരെ? ഈ രാജ്യത്ത് ഭരണഘടന, അതിനെ സംരക്ഷിക്കുന്ന കോടതികൾ, ആ കോടതികൾക്ക് വിലയില്ലാത്ത അവസ്ഥ ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതല്ലേ ലീഗുകാരെ? പൊന്നു തങ്ങളെ, അത് തിരുത്തേണ്ടതല്ലേ? നിങ്ങൾക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന വ്യക്തികളാണല്ലോ. ഒരു വഖഫ് ഭൂമി അത് വഖഫിൻ്റെതാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞാൽ മതി. ഒരു രേഖയും വേണ്ട. അത് ഇന്നയാൾ വഖഫ് ചെയ്തതാണ് എന്ന് ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പോലും ആ ഭൂമിയിൽ റൈറ്റ് വഖഫിനായി. പിന്നെ അത് ഈ ആ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഇത് എപ്പോൾ തിരിച്ചു കിട്ടും അതും തീരുമാനിക്കേണ്ടത് വഖഫിൻ്റെ ട്രിബ്യൂണലാണ്. ഈ നിയമം മാറ്റണം, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അത് വഖഫിൻ്റെ ഭൂമിയാണെങ്കിൽ കോടതി വഴി വഖഫ് പിടിച്ചെടുക്കട്ടെ, ഒരു സംശയമില്ല. അതല്ലാതെ ഒരു വ്യക്തിക്ക് തോന്നുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് തോന്നുക, അവർ പറയുകയാണ് ഇക്കടക്കുന്ന അമ്പലവും അതിന് ചുറ്റുമുള്ള ഒരു ഗ്രാമവും ഞങ്ങളതാണ്, അല്ലെങ്കിൽ കർണാടകയിൽ പറയും ഈ 10,000 ഏക്കർ വഖഫിൻ്റെതാണ്. അങ്ങ് കണ്ണു പൊട്ടി പറയുക. അങ്ങനെ കണ്ണു പൊട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് അല്ല എന്ന് തെളിയിക്കേണ്ടത് എവിടെയാണ്? വഖഫിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെയാണ് പ്രശ്നം. ഇത് ലീഗിന് മനസ്സിലാവാഞ്ഞിട്ടാണോ? ലീഗിന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പൊട്ടം കളിക്കുകയാണ്. പോരുന്നത് ഇങ്ങോട്ട് പോരട്ടെ, കൈക്കോട്ടിൻ്റെ സ്വഭാവമാണ്. മതത്തിൻ്റെ പേരും പറഞ്ഞ് ആ മതത്തിൻ്റെ ദാർഢ്യം ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചടക്കാവുന്നത് മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ലുകൾ ഇത്തരത്തിലാക്കിയത്, ഈ നിയമം ഇത്തരത്തിലാക്കിയത്. 95-ലും 2013-ലും അടക്കം ഈ ബില്ലുകൾക്ക് കൊണ്ടുവന്ന മാറ്റം ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക്, മുസ്ലിം ജനവിഭാഗത്തിന്, അത് ഷിയ ആയിക്കോട്ടെ ഏത് വിഭാഗം ആയിക്കോട്ടെ, ഈ നിയമം ഉപയോഗിച്ച് ആരുടെയും ഭൂമിയിലേക്ക് ചുമ്മാ കയറി ചെല്ലാനുള്ള അവകാശം കൊടുത്തു. ആ അവകാശത്തെ മാറ്റണം. ആ അവകാശത്തെ മാറ്റണമെന്ന് ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും പറയുന്നുണ്ട്, എക്സെപ്റ്റ് മുസ്ലിംസ്. മുസ്ലിങ്ങൾ മാത്രമാണ് ഇതിന് എതിര് നിൽക്കുന്നത്. മുസ്ലിങ്ങൾ എതിര് നിൽക്കുന്നത് അവർക്ക് ഭൂമി പിടിച്ചെടുക്കണം. ഇതിന് ഒരു സാധാരണഗതിയിൽ ഏത് നിയമത്തിനും ഒരു സമൂഹത്തിൽ, ഇപ്പം ഞാൻ ഹിന്ദുവാണ്, വേറൊരാൾ പേഴ്സിയായിരിക്കും, ജൈനനായിരിക്കും, ബുദ്ധനായിരിക്കും, അത് ഒരു ഇസ്ലാമിക കോടതി പോലെ ഒരു ശരീഅത്ത് അവസ്ഥയിൽ വിചാരണ ചെയ്യപ്പെടുകയും തീരുമാനം എടുക്കുകയും ചെയ്യപ്പെടേണ്ട അവസ്ഥയല്ല. അവിടെയാണ് പറയുന്നത് അങ്ങനെ തേർഡ് പാർട്ടീസ് ഭരണം. ഇത് മുസ്ലിങ്ങളെ മാത്രം സംബന്ധിക്കുന്ന വിഷയമാണെങ്കിൽ, ഇതിലെ വാദിയും പ്രതിയും മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് വെക്കാം. ഇതിൽ അങ്ങനെയല്ല. ഇപ്പം മുനമ്പത്ത് വാദി മുസ്ലിങ്ങളാണ്, ഇതിൽ പ്രതികളായിട്ട് വരുന്നത് ഇവിടെ ആരൊക്കെയാണ്? ഈ പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്, അരേരുണ്ട്, ഹൈന്ദവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, വിവിധ ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നീതി കിട്ടണമെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെങ്കിലും കമ്മിറ്റിയിൽ വേണ്ടേ? ആ കമ്മിറ്റിയിൽ അങ്ങനെ അവർക്ക് റെപ്രസെൻറ്റേഷൻ വേണം എന്ന് ആണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത്. ആ റെപ്രസെൻറ്റേഷൻ കൊടുക്കാതെ നിലവിലുള്ള ഒരു കാട്ട് നിയമം വെച്ച് ഈ വഖഫിനെ ഈ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇവിടെ UDFും ലീഗും കൂടി കേരളത്തിലെ ഭരണം നിലനിർത്താൻ വേണ്ടി താൽക്കാലികമായിട്ടൊരു ഓട്ടയടക്കുക എന്നുള്ള തീരുമാനത്തിൽ പോകുമ്പോൾ സഭാ നേതൃത്വം അത് അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ സഭ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമാണ് ഈ സമരം ചെയ്യുന്നത് എന്നുള്ള ധ്വനി വരും. അതല്ലെങ്കിൽ മുനമ്പത്തിലെ പ്രശ്നം മാത്രം തീർത്താൽ മതി എന്നുള്ള തീരുമാനം സഭ എടുക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിനെതിരെ
ഉള്ള ഒരു വെല്ലുവിളിയായിട്ട് വരും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം കിട്ടിയാൽ മതി, ഞങ്ങളുടെ കുഞ്ഞാടുകളെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് സഭ ഒരു തീരുമാനമെടുത്താൽ അത് സഭയ്ക്ക് തന്നെ ദോഷമായിട്ട് പിന്നീട് ഭവിക്കുകയും ചെയ്യും. അപ്പം മുനമ്പത്തെ പ്രശ്നം മാത്രമല്ല ഈ വഖഫ് നിയമം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം, മുനമ്പത്ത് മാത്രമല്ല ഭാരതത്തിൽ എവിടെയും സംഭവിക്കാം. ഇപ്പം തന്നെ തമിഴ്നാട്ടിലുള്ള ഈ കണ്ടെത്തിയ പല ഭൂമികളും ക്രിസ്ത്യാനികളുടെ ഭൂമിയാണ്. വേളാങ്കണ്ണി പള്ളിക്ക് പോലും അവകാശവാദമുണ്ടെന്നാണ് കേൾക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ഉണ്ടെന്ന് കേൾക്കുന്നു. വേളാങ്കണ്ണി പള്ളിക്ക് അവകാശവാദമുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ മുനമ്പത്തെ പ്രശ്നം തീർന്നാൽ വേളാങ്കണ്ണിയിലെ പ്രശ്നം തീരുവോ ലീഗുകാരെ? ലീഗിനൊരു സ്വഭാവമുണ്ട്. ലീഗ് എപ്പോഴും ഞങ്ങൾ മതേതരത്വം സംരക്ഷിക്കുന്നവരാണെന്ന് പറയും. പക്ഷേ ആ മതേതരത്വം അവരുടെ ഉള്ളിൽ ഈ പുറത്ത് കാണിക്കുന്ന ഒരു മേക്കപ്പാണ്. ഇൻസൈഡിൽ വേറെയാണ്. ഇൻസൈഡിൽ 100% ഇസ്ലാമിക നിയമങ്ങൾ അനുസരിക്കുകയും ഇസ്ലാമിക നിയമങ്ങൾ രാജ്യത്ത് വരണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു മതബോധം അവർക്കുണ്ട്. ആ മതത്തെ വിട്ടിട്ട് ആർക്ക് കളിക്കാൻ പറ്റില്ല? ലീഗിന് കളിക്കാൻ പറ്റില്ല. ഇപ്പം സമസ്തയുടെ അഭിപ്രായം ലീഗിൻ്റെ അഭിപ്രായമല്ലല്ലോ, ആണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം ലീഗിൻ്റെ അഭിപ്രായമാണോ? അല്ലല്ലോ. അപ്പം ഈ പറയുന്ന ഈ ഇസ്ലാമിക വിഭാഗത്തിൽ ഭിന്നങ്ങളായി നിൽക്കുന്ന ആൾക്കാർക്ക് ഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവുക. ഇതൊരു കളിയാണിത്. അതിനിടയിൽ ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, മതേതരത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ നിലവിൽ കൊണ്ടുവന്ന അമെൻഡ്മെൻറ്റിന് ലീഗ് സമ്മതിക്കണം. ഈ പുരോഹിതന്മാർ ചോദിക്കേണ്ടിയിരുന്നു, നിങ്ങളത് സമ്മതിക്കുമോ? എന്തുകൊണ്ടാണ് നിങ്ങളത് സമ്മതിക്കാത്തത് എന്ന് ചോദിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ ഈ മറ്റ് മതസ്ഥാൻ മുമ്പിൽ മാന്യമായി കാണിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, അതിന് തക്കിയ എന്ന് പറയുന്നത്. കാരണം കഴുത്തിറക്കം ഉള്ളിൽ മനസ്സിൽ വെക്കുകയും പുറത്ത് ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് തക്കിയ. നമ്മൾ പറഞ്ഞ് തുടങ്ങി നിർത്തിയതാണ്. ഈ ഇലക്ഷൻ സംബന്ധിച്ച വാർത്തകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന് ശേഷം അത് പുനരാരംഭിക്കാമെന്ന് ഞാൻ കരുതിയാൻ നിർത്തിയതാണ്. വലാഉം ബറാഉം. ആ വലാഉം ബറാഉം എന്നുള്ളത് സാധാരണ മുസ്ലിങ്ങൾക്കറിയില്ല. പക്ഷേ ഈ ഇസ്ലാമിക ജ്ഞാനമുള്ളവർക്ക് കൃത്യമായിട്ടറിയാം അവിടേക്ക് എങ്ങനെ കൊണ്ടുപോകണം ഈ ജനതയെ എന്നും അറിയാം. അപ്പോൾ ഇത് മതത്തിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ മതത്തിൻ്റെ 100% മതത്തിൻ്റെ പ്രശ്നമാണ്, ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്. ഇസ്ലാം ഭൂമി പിടിച്ചെടുക്കുന്ന ആ കാട്ടാള നിയമത്തിൻ്റെ പ്രശ്നമാണ്. ആ കാട്ടാള നിയമത്തിനെ കേവലം മുനമ്പത്തെ പ്രശ്നമായി ഒതുക്കിക്കൊണ്ട് അവിടെ ഒരു ക്രിസ്ത്യാനികളുമായി സംസാരിച്ച് താൽക്കാലികമായി ഒന്ന് ഓട്ടയടയ്ക്കാമെന്ന് കരുതിയാൽ ഇത് അവസാനിക്കില്ല, ഇത് തുടർന്നുകൊണ്ടിരിക്കും. പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സായേ തീരൂ. പാസ്സായിട്ടില്ലെങ്കിൽ ഇനി ഏത് സമയത്തും ഏത് കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മതപരമായി വിഭജിച്ച് കൊണ്ടേയിരിക്കും. കാരണം ഇസ്ലാമിൻ്റെ ഒരു സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ പേരിൽ അള്ളാഹുവിനാണ് സ്വത്ത്. ആലോചിക്കണം, അള്ളാഹുവിൻ്റെ സ്വത്താണ് സംരക്ഷിക്കുന്നത്, ഭാരതത്തിൻ്റെ ഭൂമിയല്ല. ആ ഭൂമി ഭാരതത്തിൻ്റേതല്ല, അള്ളാഹുവിൻ്റെ ആണ്. അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹു ആണ് അതിൻ്റെ ആധാരം വാങ്ങിച്ചു വയ്ക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അത്തരത്തിൽ അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് ഈ സമരങ്ങൾ മുഴുവൻ നടക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് ഈ പിടിച്ചെടുക്കൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ഭൂമി തന്നെ കൃത്യമായിട്ടും ഇതൊരു മുസൽമാൻ്റെ ഭൂമി ആയിരുന്നില്ല, രാജാവിൻ്റെ ഭൂമി ആയിരുന്നു എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭൂമി കൃത്യമായിട്ട് കേരള സർക്കാരിലേക്ക് പോകേണ്ടുന്ന ഭൂമിയാണ്. അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഉഡായിപ്പായിരുന്നു മുനമ്പത്തെ വഖഫ്
അത് ആ കുടുംബം തന്നെ പറയുന്നുണ്ട്. ഇത് സർക്കാരിലേക്ക് കണ്ടുകെട്ടും എന്നുള്ളത് കൊണ്ട് അന്ന് ഒരു കുടില ബുദ്ധി ഉപയോഗിച്ചിട്ട് താൽക്കാലികമായിട്ട് ഇത് പിടിച്ചു നിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു വ്യവസ്ഥയോടുകൂടി തന്നെ കൊടുത്തതാണെന്ന് ആ കുടുംബം പറയുന്നു. നമ്മൾ കേട്ടു, വീഡിയോ കേട്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. സർക്കാരിലേക്ക് പോകേണ്ടുന്ന ഒരു ഭൂമിയെ തട്ടിച്ച് മാറ്റാൻ വേണ്ടി അത് ആ രേഖ അവിടെ ഉണ്ട്. ഇത് അടിസ്ഥാന രേഖ കിട്ടുമല്ലോ. ഇതിന് പാട്ടത്തിനെടുത്തതാണ്, പാട്ടം കൊടുത്തതാണ്, കൃഷിക്ക് കൊടുത്തതാണ് മഹാരാജാവ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതൊന്നും നോക്കാതെ, അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഈ ഭൂമി മുസൽമാൻ്റെ ഭൂമി അല്ല യഥാർത്ഥത്തിൽ. ഇനി അതൊക്കെ പോട്ടെ, അതിനുശേഷം ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ കയ്യിലെത്തി. ഫറൂഖ് കോളേജ് അത് കാശ് വാങ്ങിച്ച് വിറ്റ് പുട്ടടിച്ചു. അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് ഉളുപ്പില്ലാതെ മിണ്ടാതിരിക്കുന്നു. ഇസ്ലാമിൻ്റെ എന്താണ് ശരികൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു കോളേജാണ്. എന്നാലോചിച്ചോക്കൂ, ഈ മതത്തിൻ്റെ എല്ലാ സാരാംശങ്ങളും പഠിപ്പിക്കുന്ന കോളേജാണ്. അവരാണ് ഈ 2 ഏക്കർ പരിപാടി ചെയ്തിരിക്കുന്നത്. ഈ ഭൂമി വിറ്റ് കാശ് വാങ്ങിച്ചിട്ട് അന്നത്തെ വിലയ്ക്ക് ഇരട്ടി വില വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ആ വില വാങ്ങിച്ചിട്ട് കമാന്നൊരക്ഷരമാണ് ഇതാണ്. അപ്പോൾ അത് എന്ത് നീതിബോധമാണ്, എന്ത് ദീനി ബോധമാണ്, അതും കൂടി പറയട്ടെ. മുസ്ലിങ്ങളല്ലേ അവർ? അള്ളാഹുവിനെ പേടിക്കുന്നവരല്ലേ? ഈ അള്ളാഹുവിനെ പേടിക്കുന്നവരെങ്ങനെയാണ് ചതിക്കുക? അള്ളാഹുവിൻ്റെ നാമത്തിൽ ചതിക്കുന്നു. അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ളത്. ഈ ചതിയൊക്കെ അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. ഒടേ തമ്പുരാനെ പോലും എന്താക്കി മാറ്റുകയാണ്? ചതിയനാക്കി മാറ്റുകയാണ്. ആരോ പറഞ്ഞു, പല ഭൂമി അങ്ങനെ ആരോ പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. ചാത്തു എന്നുള്ളത് ആ ചായയുടെ ദീർഘം കുറഞ്ഞ് പാത്തു എന്ന് വായിച്ചാൽ ആ പാത്തു വഖഫിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ചാത്തു പാത്തുവാവും. ചാത്തു പാത്തുവായി മാറും. കൂട്ടക്ഷരത്തിൽ പണ്ടൊക്കെ ചാത്തു എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്നും കാണില്ല. അത് മതി പിടിക്കാൻ. എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ പാത്തു വരിക? അപ്പോൾ അത് പാത്തുമ്മയാണ്. വേണമെങ്കിൽ വീട്ടുപേര് മമ്മത്താലി വീട്ടിൽ തീർന്നു. പണ്ടത്തൊക്കെ വീട്ടിലങ്ങനെയല്ലേ? മമ്മത്താലി വീട്ടിൽ, അത് മമ്മദാലി വീട്ടിലാണ്. ചാത്തു പാത്തു ആവാം. അങ്ങനെ ഒരാൾ എഴുതി കൊടുത്താലും ഈ പറയുന്ന വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയായിട്ട് മാറും. അതുകൊണ്ട് നിലവിലുള്ള ഈ കളി ലീഗുകാർ ചർച്ചയ്ക്ക് വരുമ്പം സഭ ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഇതിൽ ഈ കാടൻ നിയമങ്ങൾ കുറേ ഉണ്ടല്ലോ. ആ നിയമങ്ങളൊന്ന് മാറ്റുന്നതിൽ എന്താ കുഴപ്പം? നിങ്ങൾക്കിവിടുത്തെ കോടതിയിൽ വിശ്വാസമില്ലേ? ഇന്ത്യയുടെ ഭരണഘടനയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ലീഗുകാരോട് ചോദിക്കണം. അതേ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. തങ്ങന്മാരെ, നിങ്ങൾക്ക് ഈ ഭരണഘടനയിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് ഇവിടുത്തെ കോടതിയിൽ വിശ്വാസമുണ്ടോ? അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കോടതി എന്തിനാണ്? അപ്പം നിങ്ങൾക്ക് ഈ ഭരണഘടനയിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ കോടതിയിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കോടതിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ. ഇസ്ലാം അതാണ്. മറുവശത്ത് ഇപ്പം മുനമ്പ പ്രശ്നത്തിൽ ക്രിസ്ത്യാനികളുടെ ഭാഗമായിട്ട് സഭയുണ്ട്. ഹിന്ദുക്കളുടെ ഭാഗമായിട്ട് ഏത് സഭയാണുള്ളത്? NSSകാരുണ്ടോ? SNDPക്കാരുണ്ടോ? ഉണ്ടാവില്ലെന്നേ. അവരോട് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് വോട്ടില്ലാതെ ശിഥിലമായി കിടക്കുന്ന ഹൈന്ദവ സമൂഹമാണ്. അവന് വേണ്ടി സംസാരിക്കാൻ ഒരു സഭയില്ല. അങ്ങനൊരു സഭയുണ്ടായിരുന്നെങ്കിൽ
ഈ അരമനയിൽ മാത്രമല്ലല്ലോ ഈ ചർച്ച നടക്കേണ്ടുന്നത്. അവിടെ ഹൈന്ദവരുണ്ടല്ലോ. ആ ഹൈന്ദവ പ്രതിനിധികളെ അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതൃത്വം വേണ്ടേ? അവിടെയാണ് ഇവിടുത്തെ ഹിന്ദുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ എന്തിന് ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് ബോർഡില്ല, ഒന്നുമില്ല. ഉള്ള ദേവസ്വം ബോർഡാണെങ്കിൽ സർക്കാരിൻ്റെ അണ്ടറും. അവിടെ സർക്കാർ തീരുമാനിക്കുന്ന തീരുമാനങ്ങളാണ് ദേവസ്വം ബോർഡിലുള്ളത്. അതല്ലാതെ ഹൈന്ദവൻ്റെ പ്രതിനിധി അവിടെ ഇല്ല. ഞാനിത് മതപരമായിട്ട് മാറ്റുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാര്യം, ഇത് ഈ ഒരു പള്ളിക്കുള്ളിൽ നടക്കേണ്ടുന്ന ചർച്ചയല്ല മുനമ്പം. അത് പൊതു ഇടത്തിൽ സംസാരിക്കേണ്ടതാണ്. ക്രിസ്ത്യാനികൾ മാത്രം അംഗീകരിച്ച് കൊടുക്കേണ്ടുന്ന കാര്യമല്ല. അവിടെ നാനാജാതി മതസ്ഥരുണ്ട്. ആ സമരക്കാർ മാത്രം പോരാ. ഇന്ന് ഇത് എന്താണ്, വ്യാളിയെപ്പോലെ ഈ നിയമം മറ്റുള്ളവരിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ റെപ്രസെൻറ്റേഷൻ വേണ്ടേ? വയനാട്ടിലെ റെപ്രസെൻറ്റേഷൻ വേണ്ടേ? ചാവക്കാട് റെപ്രസെൻറ്റേഷൻ വേണ്ടേ? പാലക്കാട് കുറേ സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നു. ഇല്ലയെന്ന് നല്ല മന്ത്രി പറഞ്ഞു. പക്ഷേ ഇന്ന് ഈ വഖഫ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഓരോരുത്തരും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ ഒരാൾ ഇട്ടിരിക്കുന്നു, ആ രേഖ ഇട്ടിരിക്കുന്നു, ഒരു അമ്പലം വഖഫിൻ്റെ രേഖയിലുണ്ടെന്ന്. അപ്പം ഉറപ്പായിട്ടും കൃത്യമായിട്ടും പറയണം ലീഗുകാരോട്, പൊതുസമൂഹം പറയണം. ഇത് കേവലം മുനമ്പത്തെ മാത്രം പ്രശ്നമല്ല, അവിടുത്തെ ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല. ഇത് ക്രിസ്ത്യൻ വോട്ട് അത് തങ്ങളുടെ കയ്യിൽ നിന്ന്, UDFൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ഭയം മാത്രമേ ലീഗിനുള്ളൂ. അല്ലാണ്ട് ലീഗിന് മുനമ്പത്തെ ആളുകളോടല്ല സ്നേഹം, ലീഗിന് പള്ളിയോട് തന്നെയാണ് സ്നേഹം, ഒരു സംശയവും വേണ്ട. അതല്ല എന്ന് അവർ പറയും. പക്ഷെ അവരൊന്ന് ഇപ്പം ഇന്ന് തന്നെ തങ്ങളെ തങ്ങളെ പറഞ്ഞു, അയ്യോ തങ്ങൾ ലീഗിൻ്റെ ആളല്ല, അത് മതത്തിൻ്റെ ആളാണ്. അവിടെ മതം വരും. തങ്ങളെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് നോക്കൂ. അപ്പം ലീഗിൻ്റെ പ്രശ്നമല്ല, ഇവിടുത്തെ ഏത് രാഷ്ട്രീയക്കാരനെയും ലീഗുകാരനെ ക്രിട്ടിസൈസ് ചെയ്യാം, പിണറായി വിജയനെ ക്രിട്ടിസൈസ് ചെയ്യാം, BJPക്കാരെ ക്രിട്ടിസൈസ് ചെയ്യാം, ആരെ വേണമെങ്കിലും ലീഗുകാരനെ ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ പാണക്കാട് തങ്ങളാകുമ്പോഴത്തേക്കും അത് പ്രവാചകൻ്റെ പരമ്പര. എന്ത് പരമ്പര? പ്രവാചകൻ എന്ത് പരമ്പരയുള്ളത്? ആൺമക്കളായിട്ടുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇപ്പോൾ ഈ പാണക്കാട് തങ്ങന്മാരല്ല, ഒരുപാട് തങ്ങന്മാരുണ്ട് ഇവിടെ ഈ രാജ്യത്ത്. അപ്പം അവിടെ എത്തുമ്പം അവരെ ഒന്ന് രാഷ്ട്രീയമായി ക്രിട്ടിസൈസ് ചെയ്താൽ പോലും അവർക്ക് ആ മതബോധം ഉണരുകയും അത് വിശേഷപ്പെട്ട വ്യക്തിയാണ്, നിങ്ങൾക്ക് കുറ്റം പറയാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാട് വരും. ഇതാണ് ഈ ലീഗിൻ്റെ ഇരട്ടത്താപ്പ്. ഇപ്പം ഇന്ന് ഈ എഴുത്തച്ഛൻ്റെ പ്രതിമയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് ഞങ്ങളവിടെ മറ്റേ ഒരു എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം അതുകൊണ്ടൊരു അമ്പലത്തിനകത്ത് സ്ഥാപിക്കുന്നു. അവിടെ അവർക്ക് മതം മുഖ്യമായിട്ട് വരും. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരുമ്പം മതം മുഖ്യമായിട്ട് വരും. മതത്തിൻ്റെ ഭൂമി വരുമ്പം മതം മുഖ്യമായിട്ട് വരും. എന്നിട്ട് രണ്ട് തട്ട് കളിക്കും. ഒരു തട്ടിൽ ലീഗ് കളിക്കും. എന്താണ് ലീഗ്? ഞങ്ങൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഒക്കെ വിളിച്ചു പറയും ലീഗ്. അതേ ലീഗിൽപ്പെട്ട ആൾക്കാർ അപ്പുറത്ത് സമസ്തയുണ്ടാവും കേട്ടോ. ലീഗും സമസ്തയും രണ്ടല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭാഗം വരുമ്പം, മുസ്ലിം എന്ന് പറയുന്ന ഒരു വകുപ്പിലേക്ക് വരുമ്പം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും സമസ്തയും സകലരും ഒന്നാണ്. മനസ്സിലാക്കണത്. മുസ്ലിം എന്ന വാക്ക് നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം വഖഫ്
ആ വഖഫ് എന്ന് വാക്ക് പറയുമ്പം ഈ പുറത്ത് കളിക്കുന്നതല്ല, അതിനോട് അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ. അവിടെ എത്തുമ്പം മതം വരും. ആ മതത്തിന് ക്ഷീണം ചെയ്യുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുക്കും. അവിടെ ലീഗ് ഈ പറയുന്ന കളി കളിച്ചിട്ട് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മതപരമായ കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്കതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറും. ഇതൊന്ന് മുറുകിക്കോട്ടെ. മുനമ്പ് ഒരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നത് വരാനുള്ള ഇലക്ഷനിലെ റിസൾട്ട് ആലോചിച്ചുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഈ നില തുടരുകയാണെങ്കിൽ, ഈ പ്രശ്നം ആളിക്കത്തുകയാണെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഒരു പക്ഷേ UDF വിട്ട് LDF വിട്ട് ഈ പറയുന്ന BJP എങ്ങാനും വോട്ട് ചെയ്താൽ പ്രശ്നമാകും. കാരണം ആകെക്കൂടി ചെറിയ വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ വിജയ ശതമാനത്തിൽ. അങ്ങനെ സംഭവിച്ചാലും മൂന്നാം ടൈം ചിലപ്പോൾ ആര് വരും? പിണറായി വിജയൻ തന്നെ വരും. എങ്ങനെയുണ്ട്? ആ മൂന്നാം ടൈം പിണറായി വിജയൻ വരാതിരിക്കണമെങ്കിൽ UDF ജയിക്കണമെങ്കിൽ തൽക്കാലം എന്ത് ചെയ്യണം? മുനമ്പം പ്രശ്നം ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് തൽക്കാലമായിട്ട് കെടുത്തിയിടണം. അതിന് ചില അധ്യക്ഷന്മാർ ചിലപ്പോൾ സമ്മതിക്കുകയും ചെയ്യും. കാരണം അവർക്ക് മുനമ്പത്തിൻ്റെ കാര്യങ്ങളൊന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത സഭകളുമുണ്ട്, മറ്റ് ചില ഉദ്ദേശങ്ങളുള്ള സഭകളുമുണ്ട്. ഞാനതിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവർക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാനും പോകുന്നില്ല. പക്ഷേ ഇത് മാനവികതയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് വേണം. അതല്ലാതെ സഭയുടെ കുഞ്ഞാടുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ രീതിയിൽ ഈ പ്രത്യേകിച്ചും ഈ നിയമത്തെ അങ്ങനെ തന്നെയാണ്. ആ നിയമത്തിൽ ഏറ്റവും കാടത്തമായിട്ടുള്ള നിയമം ഒന്ന്, യാതൊരുവിധ രേഖയുമില്ലാതെ ഒരു ഭൂമിയിലെ വഖഫിന് അവകാശമുന്നയിക്കാം. അത് ഒരു വ്യക്തി പറഞ്ഞതായിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന വഖഫ് ബോർഡിന് സ്വയം അങ്ങോട്ട് തോന്നിയാലോ ആ വഖഫ് ഭൂമി അവർക്ക് ലിസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്ന അതിൻ്റെ ന്യായാന്യായങ്ങൾ നിശ്ചയിക്കേണ്ടുന്നത് വഖഫിൻ്റെ ട്രൈബ്യൂണലാണ്. ഈ നിയമം മാറ്റണം. ഇത് കോടതികൾക്ക് അധികാരം കൊടുക്കണം. അതേപോലെ വ്യക്തമല്ലാത്ത ആർഗ്യുമെൻറ്റ്സ് ഏറ്റെടുക്കാൻ പാടില്ല. ആരെങ്കിലും പറഞ്ഞു, അതല്ലെങ്കിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, 1826 അവിടെ ഒരു മൊയ്തീൻ കാക്ക ഉണ്ടായിരുന്നു, ആ മൊയ്തീൻ കാക്കേൻ്റെതായിരുന്നു ഈ ഭൂമി, അതുകൊണ്ട് ഇത് ആ മൊയ്തീൻ കാക്ക വഖഫ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി പിടിച്ച് തൂങ്ങാൻ പറ്റൂല. അതല്ല 2013 ശേഷം വഖഫ് ചെയ്ത ഭൂമിയാണെന്ന് പറയുന്ന തെളിവുണ്ടാവുമല്ലോ. ഇതങ്ങനെയല്ല. കാലാതീതമായിട്ട് കാലത്തിൻ്റെ പരിഗണന ഇല്ലാതെ ഏത് ഭൂമിയും വഖഫിന് അവകാശപ്പെടാം. പാർലമെൻറ്റ് അവകാശപ്പെടാം, സുപ്രീം കോടതിയെ അവകാശപ്പെടാം, ആ ഭൂമി ഞങ്ങളതാണെന്ന് അവകാശപ്പെടാം. അതിന് അവസാനം തീരുമാനം എടുക്കേണ്ട ആരാണ്? വഖഫ് ട്രിബ്യൂണലാണ്. അതുകൊണ്ട് ഈ നിയമം മാറിയൂ. ഈ നിയമം മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ക്ലാഷുകൾ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. പൊതുജനം സംഘടിക്കും. കർണാടകയിൽ തുടങ്ങിയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ അത് ഏറ്റെടുക്കും. മുനമ്പം പോലെ അടുത്തത് എവിടെയൊക്കെ ഭൂമിക്ക് വേണ്ടി വഖഫ് വട്ടമിടുന്നോ അവസാനം ഇത് കണ്ട് മനുഷ്യർ ഈ സമൂഹത്തെ തന്നെ വെറുക്കും, ഈ വിഭാഗത്തെ വെറുക്കും. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്കിടയിലേക്ക് കോളാമ്പി വെച്ച് ഞങ്ങളത് മാത്രമാണ് ശരി, ഞങ്ങളത് ഒറ്റൊന്നേ ഉള്ളൂ എന്ന് പറയുന്ന ആ വിഭാഗം, ആ ശബ്ദം കൊണ്ട് തന്നെ ഇതര വിഭാഗങ്ങൾ
പണ്ടവർക്ക് അറിയില്ലായിരുന്നു ഈ വിളിച്ചു പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഇന്ന് അവർക്കറിയാം. ഇന്ന് ഹിന്ദുവിനറിയാം, ക്രിസ്ത്യാനിക്കറിയാം. അള്ളാഹു അല്ലാതെ വേറൊരു ഈശ്വരൻ ഇല്ല എന്നാണ് 5 നേരവും മൈക്ക് കെട്ടി വിളിച്ച് പറയുന്നത്. കൃഷ്ണനില്ല, ക്രിസ്തുവില്ല, അയ്യപ്പനില്ല, ആരുമില്ല. ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് ഞങ്ങളുടെ ദൈവമാണെന്നാണ് പറയുന്നത്. മറ്റുള്ള വിഭാഗങ്ങളുടെ വിശ്വാസത്തിൻ്റെ മുകളിലുള്ള കടന്നുകയറ്റം തന്നെയാണത്. നാളെ ഇതേ അവകാശം ക്രിസ്ത്യാനികൾ ഉപയോഗിക്കട്ടെ. മൈക്ക് കെട്ടിയിട്ട് എല്ലാ ജംഗ്ഷനിലും, അവർക്കും പള്ളിയുണ്ടല്ലോ, ഏകദൈവം യഹോവ മാത്രമാകുന്നു, വരുവിൻ കൂടിച്ചേരുവിൻ. അതേപോലെ ഹൈന്ദവനും പറയുന്നു ബ്രഹ്മാവ് മാത്രമാണ് ഈശ്വരൻ, വരുവിൻ, ക്ഷേത്രങ്ങളിലേക്ക് വരുവിൻ, പ്രാർത്ഥന നടത്തുവിൻ, ഓം നമശിവായ, ഓം നമശിവായ. ഒരുപാട് പേരുണ്ട്. ഇതൊന്ന് വിളിച്ചു പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കുമോ? അംഗീകരിച്ചു കൊടുക്കുമോ? ഇല്ല. അവിടെ ആകുമ്പോൾ പ്രശ്നമാണ്. ആ ഒച്ച ഞങ്ങൾക്ക് കേൾക്കാൻ പാടില്ല. ആദ്യം കേസ് ഫയൽ ചെയ്യുന്നത് അവരുടെ വിഭാഗത്തിലുള്ള ആൾക്കാരായിരിക്കും. മൈക്ക് കെട്ടി പറഞ്ഞാൽ വന്നിട്ടുണ്ട്. ഈ വൈകുന്നേരം അമ്പലത്തിൽ വൈകുന്നേരം 5 മണിക്ക് 6 മണിക്ക് ആണ് സാധാരണ ഒന്ന് നാമം ചൊല്ലുക. അതുപോലും പാടില്ലല്ലോ ഇപ്പോൾ. കോളാമ്പി അമ്പലത്തിന് പാടില്ല. അമ്പലത്തിനകത്ത് കേൾക്കുന്ന ബോക്സ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ 50 അടി 50 അടി 100 അടിക്ക് എത്ര മൈക്ക് കെട്ടിയിട്ട് വേണമെങ്കിലും എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ, എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് രാവും പകലും വിളിച്ചു പറയാം. അതേ അധികാരം തന്നെയാണ്. ഞങ്ങളുടെ നിയമമാണ് ഞങ്ങൾക്ക് വലുത്. അതേ നിയമം തന്നെയാണ് ഏത് നിയമം? വഖഫ് നിയമം. ഞങ്ങളുടെ ഭൂമിയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് തീരുമാനിക്കും എന്നുള്ള നിയമമാണ് വഖഫ് നിയമം. അല്ലാതെ പറയട്ടെ, ഇത്രയും ദിവസം ഞാൻ പറയട്ടെ, ഇത്രയും ദിവസമായിട്ടും ഈ മനോരമ, മാതൃഭൂമി, സകല 18, 24 ഒക്കെ ഇത് ചർച്ച ചെയ്തല്ലോ. പക്ഷേ ഈ നിയമം ഇന്ന് വരെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൽ ആർട്ടിക്കിൾ 40 എന്താണ്, 80 എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച നിങ്ങൾ ഇത്രയും നാളായിട്ട് കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. മാതൃഭൂമിയിലെ ആളൊക്കെ അത് ശരിയാണോ, അത് ആ ഭൂമി ഈ ഭൂമിയാണ്, അത് ഇന്നയാൾ കൊടുത്തതാണ്, അത് ശരിയാണോ, ഇത് ശരിയാണോ, താങ്കൾ എന്തു പറയുന്നു? ഇതല്ലാതെ ആ ബില്ലെടുത്ത് ഇങ്ങനെ വായിച്ചിട്ട് മാതൃഭൂമിയിലെ കറസ്പോണ്ടൻ്റോ അതല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ കറസ്പോണ്ടൻ്റോ അയ്യോ ഈ നിയമം തോന്നിവാസല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ നിയമത്തിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ ഇതെങ്ങനെ നിയമം, ഭരണഘടനയുടെ മുകളിലാണല്ലോ ഈ നിയമം എന്ന് ഇന്ന് വരെ ഈ പത്രങ്ങൾ, മാപ്രകൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. അവർക്കിങ്ങനെ പുറത്ത് നിന്നിട്ട് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അവർ ഇടയ്ക്ക് വന്നിട്ട് ഈ മുനമ്പത്ത് വന്നിട്ട് കുറച്ച് ആൾക്കാരുടെ അവശരായ ആൾക്കാരുടെ ഫോട്ടോ കാണിക്കും. കണ്ടോ, സ്വന്തമായിട്ട് വീട് പോലുമില്ല, രോഗിയാണ്, ഇവർക്ക് കിടന്നു. പക്ഷേ ആ വിഷമം ഉണ്ടാക്കിയ നിയമത്തിൻ്റെ ഉള്ളുകള്ളികൾ ഇന്ന് വരെ ഒരു ചാനലും എക്സെപ്റ്റ് ജനം ടി വി ചർച്ച ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. മനോരമയോ മാതൃഭൂമിയോ ആ സാധാരണഗതിയിൽ അങ്ങനെയല്ലേ. ഇപ്പം ഒരിക്കലും ഇപ്പം സി എ നിയമം വന്നപ്പോൾ ഈ മുസ്ലിങ്ങൾ ബഹളുണ്ടാക്കിയപ്പോൾ ഈ സി എ നിയമം എന്താണെന്ന് ഒരിക്കൽ പോലും ഇവിടുത്തെ മാപ്രകൾ അവരുടെ ചാനലിൽ ഇരുന്ന് വായിച്ചിട്ടില്ല, ഉറക്ക വായിച്ചിട്ടില്ല. ഇതുതന്നെയാണ് പണ്ട് നമ്മുടെ ഭൂമിയുടെ പ്രശ്നത്തിൽ വന്നപ്പോഴും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമം വന്നപ്പോഴും നിയമം വായിച്ച് നോക്കാതെ അതിനെ ഈ പറയുന്ന മാപ്രകൾ വട്ടമിട്ട് വളച്ചൊടിച്ച് ആ നിയമം ഒരിക്കൽ പോലും ആ നിയമത്തിൻ്റെ അന്തസ്സത്തെ എന്താണ്
എന്ന് പറയാതെ വിട്ടത്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. ചർച്ച ചെയ്യപ്പെടേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ മാപ്രകൾ എന്തുകൊണ്ടാണ് ആ നിയമത്തെ എടുത്തിട്ട് അതിന് ഇന്ന ക്ലോസുകൾ ജനാധിപത്യ വിരുദ്ധമാണ്, അതല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത മാതൃഭൂമിയുടെയോ അല്ലെങ്കിൽ മൊട്ടയോ ഇന്ന് വരെ എടുത്ത് ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ഇതൊന്നും എടുത്ത് വായിച്ച് ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കിയിട്ട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ള നേരമില്ല. അവൻ്റെ വീട്ടിലോട്ട് ഇവൻ കടന്നു വരുമ്പോഴേത് ഈ വഖഫ് എന്ന് പറഞ്ഞാൽ നീരാളി കടന്നു വരുമ്പോൾ മാത്രമേ അവൻ മേലോട്ട് നോക്കുള്ളൂ. അയ്യോ പോയേ ഞാനെന്ത് ചെയ്യുന്നു അപ്പോഴേ ചിന്തിക്കുള്ളൂ. അങ്ങനത്തെ സമൂഹമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവിടെ അത് ചർച്ച ചെയ്യാതെ, ഇതിനകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ലീഗ് ഇന്ന് വരെ അതിനകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഇത് ഇന്ന നിയമത്തിൻ്റെ പോരായ്മയാണ്, ഇത് വഖഫ് ഭൂമി അല്ല, എന്നിട്ടും പിന്നെ എങ്ങനെയാണ് വഖഫിൻ്റെ അടുത്ത് എത്തിയത്? അത് ഏത് ആർട്ടിക്കിൾ വെച്ചിട്ടാണ്? വഖഫിൻ്റെ എത്രാമത്തെ നിയമം വെച്ചിട്ടാണ് ലീഗുകാർ പറയണ്ടേ? ആ നിയമം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയണ്ടേ? ആ നിയമം കൊണ്ടാണ് മുൻപത്തെ മനുഷ്യരിങ്ങനെ തെരുവിൽ കഴിയുന്നത് എന്ന് പറയണ്ടേ? പറയില്ലല്ലോ. ആ നിയമം ഒരു കുഞ്ഞു പോലും, ഭാരതത്തിലെ ഒരു കുട്ടി പോലും അറിയാതെ അതിസൂക്ഷ്മമായിട്ട് സൂത്രത്തിൽ ഉണ്ടാക്കിയ കുറേ നിയമങ്ങൾ അങ്ങ് തുടക്കം കുറിച്ചത് ചാച്ചാ നെഹ്റുവിൽ നിന്നും തുടങ്ങിയിട്ട് മൻമോഹൻ സിംഗ് വരെ ആ ചതിയിലെ കൂട്ടുനിന്നു, കമ്മ്യൂണിസ്റ്റുകാരും കൂട്ടുനിന്നു. അന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് BJP പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയും ഒരു വിവക്ഷയുണ്ട്. അന്ന് ഇതെങ്ങനെ പാസ്സായി? പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെ വായിക്കുന്നത്. ഇപ്പം നമ്മുടെ പല MP-മാരും ബില്ല് വരുമ്പം അത് കോൺഗ്രസിനും പറ്റിയിട്ടുണ്ടടി. എങ്ങനെയാണ് പല ബില്ലുകളും BJP സൂത്രത്തിൽ പാസ്സാക്കിയെടുത്തത്? മണ്ടന്മാർ പലപ്പോഴും വായിക്കാറില്ല, ബില്ലുകളൊന്നും കൃത്യമായിട്ട് പഠിക്കാറുമില്ല. അത് എല്ലാ പക്ഷത്തും വരും. ഇവിടെ ആ ബില്ലിലുള്ള പോരായ്മകൾ എന്താണ്? ആ പോരായ്മകളൊന്ന് തിരുത്തണം. എന്താണ് ലീഗിനോ അല്ലെങ്കിൽ സമസ്തയ്ക്കോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനോ അതുകൊണ്ട് സംഭവിക്കുക? ഭരണഘടനയ്ക്ക് താഴെ നിന്ന് കോടതിയുണ്ടല്ലോ, ആ ബഹുമാനപ്പെട്ട കോടതിക്ക് തീരുമാന അവകാശമുണ്ടല്ലോ. അത് നമ്മൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത്? ആ നിയമം നമുക്ക് വേണ്ട, ആ ക്ലോസ് നമുക്ക് വേണ്ട. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരല്ലേ, നമ്മൾ ലീഗുകാരല്ലേ. ആ ലീഗുകാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. അത് ചിന്തിക്കാൻ കുറച്ച് പ്രയാസമല്ലേ? ഞങ്ങൾക്ക് വോട്ട് കുറയുമ്പോൾ ഞങ്ങൾ ചിന്തിക്കും. ഞങ്ങൾക്ക് വോട്ട് കുറയുമെന്ന് തോന്നിയാൽ ഞങ്ങൾ ചിന്തിക്കും. അത് പ്രത്യേകിച്ച് സഭകളൊക്കെ ആകുമ്പോൾ സംഘടിത സ്വഭാവമുണ്ട്. അവർ വിചാരിച്ചാൽ ഞായറാഴ്ച പള്ളികളിൽ ഇടയലേഖനം വരും എന്നുള്ളതൊക്കെ ലീഗിനറിയാം. പക്ഷെ അമ്പലത്തിൽ ഒരു ലേഖനവും വരില്ല. അതുകൊണ്ട് ആ വിഭാഗത്തെ ചിന്തിക്കണ്ട. താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ പേടിയുണ്ട് അവർക്ക്, അത്രയെങ്കിലും പേടിയല്ലോ. പക്ഷെ ആ പേടി ഇവരെ തിരുത്താൻ സഭ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കേവലം നിങ്ങൾ ഈ മുന്നമ്പത്തെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം വരണ്ട. നിങ്ങൾ ഈ പാർലമെൻറ്റിൽ ബില്ല് വരുമ്പോൾ ലീഗിൻ്റെ MP-മാരൊക്കെ ആ മാറ്റത്തിന് അനുകൂലിക്കൂ. ആ മാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യൂ. ചർച്ച ചെയ്തിട്ട് ഇത് കോടതിയിൽ ഇടപെടാവുന്ന നിയമമായിട്ട് മാറ്റണം. അത് ഭരണഘടനയുടെ റൂളാണ്. ഭരണഘടനാപരമായിട്ട് എല്ലാ വ്യക്തിക്കുമുള്ളൊരു അവകാശമാണ്. അത് മുസ്ലിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. മറ്റുള്ള എല്ലായിടത്തും കോടതിക്ക് തീരുമാനിക്കാം. ദേവസ്വം ബോർഡിന് ഒരു കോടതിയിൽ ഒരു ബെഞ്ച് തന്നെയുണ്ട് ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അപ്പോൾ പിന്നെ ഈ വഖഫ് ബോർഡിന് ഒരു ബെഞ്ച് കോടതിയിലേക്ക് ഇട്ടാൽ പോരെ? പ്രശ്നം തീർന്നില്ലേ? കോടതിയിൽ വാദിക്കട്ടെ, ഈ രേഖകൾ കാണിക്കട്ടെ, തീരുമാനം എടുക്കട്ടെ.
എന്ന് വയ്ക്കാൻ അങ്ങനെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് പാടില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് മതവും ആ മതത്തിൻ്റെ ഉള്ളിലുള്ള ഇവരുടെ ആശയങ്ങളും നടപ്പിലാക്കാനുള്ള വ്യഗ്രതയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇവർക്ക് അള്ളാഹ് മാത്രമേ വലുതായിട്ടുള്ളൂ, അല്ലെങ്കിൽ മുൻപത്തെ ജനങ്ങളൊന്നും വലുതായിട്ട് അവർക്ക് തോന്നില്ല. അവരുടെ അള്ളാഹ് മാത്രമേ വലുതായിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ പറയുന്നത് വർഗീയതയല്ല, സത്യമാണ്. ഈ ഭൂമി, ഈ കണ്ട ഭൂമിയൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് അതിൽ മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് ഉണ്ടാക്കി, അതിൽ ഹോട്ടൽ ഉണ്ടാക്കി, അതിൻ്റെ വരുമാനം വാങ്ങിച്ച് അത് പല വഴിക്കാക്കുന്ന, അങ്ങനെ പല വഴിക്കാക്കാൻ പാടില്ല എന്നാണ് സെൻട്രൽ പറഞ്ഞത്. ഇപ്പോൾ പിടിച്ചല്ലോ, വഖഫിൻ്റെ ഭൂമി തിരിമറി ചെയ്തിട്ട് ഒരാൾ ജയിലിൽ കിടപ്പുണ്ടല്ലോ. ഇത് സംഭവിക്കാൻ പാടില്ല. ഇവിടെ അത് അങ്ങനെ സംഭവിക്കാം. വഖഫിൻ്റെ ബോർഡിന് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള, വിൽക്കാനുള്ള അവകാശമുണ്ട്. ആലോചിച്ച് നോക്കൂ. ആ വിൽക്കാനുള്ള അവകാശം വെച്ചിട്ടാണല്ലോ ഇവർ വിറ്റത്. ഫറൂഖ് കോളേജ് വിറ്റത് അവകാശം കൊണ്ടല്ലേ വിറ്റത്. ആ വിറ്റ് പൈസ മേടിച്ചതിന് ചോദ്യം ചെയ്യാൻ ആരുമില്ല, മാപ്പ് പറയാൻ ആരുമില്ല. പകരം ഇവിടെ നിന്ന് മാറ്റിയിട്ട് അവരെല്ലാം കാസർഗോഡ് കൊണ്ടായിട്ടാൽ എന്താ എന്നാണ് ചിന്തിച്ചത്. എങ്ങനെയുണ്ട്? മുനമ്പം നല്ല കണ്ണായ ഭൂമിയാണ്, നമുക്കവിടെ കിട്ടിയാൽ കടലും കൂടി അടുത്തുള്ളതുകൊണ്ട് മറ്റ് പല പരിപാടികൾക്കും നമുക്ക് പറ്റും എന്ന് ചിന്തിക്കുന്ന തീവ്രവാദി ഗ്രൂപ്പുള്ള സ്ഥലമാണ് കേരളം. ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ അടിച്ചിറക്കും എന്നൊക്കെ പറയാനുള്ള ഒരു നിലയിലേക്ക് എത്തുന്നത്. എന്തായാലും ലീഗിൻ്റെ ഈ ഓട്ടയടക്കൽ സഭ വീണു പോകരുതെന്നുള്ള ഒരു അഭ്യർത്ഥനയാണുള്ളത്. കാരണം ഇത് സഭയുടെ മാത്രം പ്രശ്നമല്ല, ഈ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്, രാജ്യത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. ആ രീതിയിൽ വേണം സഭ ഇത് ഏറ്റെടുക്കാൻ. ഇതിൽ ജാതിയും മതമൊന്നുമില്ല. കാരണം ഇത് ഡെമോക്രസിൻ്റെ വാളാണ്. വാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമത്തിന് എല്ലാത്തിനും അങ്ങനെയാണ്. രണ്ട് വാളുണ്ട്, വാളിന് രണ്ട് തലയുണ്ടാവും. രണ്ട് തലയാണ്. ഒന്ന് മുന്നിൽ വെട്ടാനും തിരിച്ച് ഒന്ന് ഭയപ്പെടുത്താനും. ഇരുതലുള്ള മൂർച്ചയാണ്. അതിന് ഒരു തലയ്ക്ക് എപ്പോഴും മതത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും, മറ്റേ തലയ്ക്ക് മതത്തിൻ്റെ ഭ്രാന്തമായ ഒരവസ്ഥയുണ്ടാവും. രണ്ട് തലയുണ്ട്, ഇരുതല മൂരിയാണത്. അവിടെ സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാർ ഒറ്റ നിമിഷം കൊണ്ട് നേരെ പോയി കവിഴ്ന്ന് വീണ് പൊന്നാനിയിലേക്ക് ഓടിപ്പോകുന്ന അതിനുള്ള കഴിവും അവർക്കുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള സമ്പത്ത് അവർക്കുണ്ട്. ബിസിനസ് മേഖലകൾ അവർക്കുണ്ട്. നിയമത്തിൻ്റെ വ്യവസ്ഥ അവർക്കുണ്ട്. അത്തരം നിയമവ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് അവർ താല്പര്യം. അതുകൊണ്ടാണ് ഈ പറയുന്ന വഖഫ് ബോർഡ് ഉണ്ടായത്. ജനങ്ങളെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ നിയമവ്യവസ്ഥ ഉണ്ടായത്. ഈ നിയമവ്യവസ്ഥകൾക്കെതിരെ സമൂഹം പൊരുതിയിട്ടില്ലെങ്കിൽ ഇത് നാളെ എൻ്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് കടന്നു വരും ഈ വ്യാളി. ഒരു സംശയവും വേണ്ട. ക്ഷേത്രങ്ങളിലേക്ക് കടന്നു വരും ഈ വ്യാളി. ഇപ്പം തന്നെ വന്നു. 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിലേക്ക്. അതെന്താ മുസ്ലിം ലീഗുകാരൻ പറയാത്തത്? അത് ശരിയായില്ല എന്ന്. തമിഴ്നാട്ടിലെ 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം, അന്ന് ഇസ്ലാം ഉണ്ടായിട്ടില്ലെന്നേ. ഇസ്ലാം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഒരു ക്ഷേത്രത്തിൽ വഖഫിന് അവകാശം വന്നിരിക്കുന്നു. അവകാശം അത് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ എന്താ മുസ്ലിം ലീഗ് മൗനം പാലിക്കുന്നത്? അവിടെ എന്താണ് ഇടതുപക്ഷം മൗനം പാലിക്കുന്നത്? ഇത് ഞങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തു തരാം. മാനന്തവാടിയിലെ പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്തു തരാം. കുറച്ച് പ്രശ്നമുള്ളൂ, അത് നമുക്ക് സോൾവ് ചെയ്തു തരാം. നിങ്ങൾ എത്ര സോൾവ് ചെയ്യും? നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കേട്ടോ.
കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, കോൺഗ്രസ്സുകാരനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തു വെച്ച ഏറ്റവും വിപത്ത് ആ നിയമവ്യവസ്ഥ, ആ ബോർഡ്, നിങ്ങൾ പാല് കൊടുത്ത് നിങ്ങൾക്ക് തന്നെ കൊത്ത് കിട്ടുന്ന സർപ്പമാണ് അതിനകത്തുള്ളത്. നിങ്ങൾ വിരിയിച്ചെടുത്ത സർപ്പക്കുഞ്ഞുങ്ങളാണ് വഖഫ് ബോർഡിനകത്തുള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് തീർക്കാൻ പറ്റില്ല, കോൺഗ്രസ്സുകാർക്ക് തീർക്കാൻ പറ്റില്ല. ഇത് ജനങ്ങൾ മുന്നോട്ട് വരും, പ്രശ്നമുണ്ടാവും, അത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കും. ആ ഭിന്നിപ്പ് ഉണ്ടാവാതെ നോക്കേണ്ടത് ആ സമൂഹം തന്നെയാണ്, മറ്റു സമുദായങ്ങളോ മറ്റ് വിഭാഗങ്ങളോ അല്ല. ഈ ഏത് നിയമത്തിൻ്റെ പേരിലാണ് തങ്ങളുടേത് മാത്രമെന്ന് പറഞ്ഞ്, തങ്ങൾക്ക് മാത്രമെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്നത് ഏത് വിഭാഗമാണോ ആ വിഭാഗം തിരുത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് നിങ്ങളുടെ നിയമങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ നടപ്പാക്കുക എന്നുള്ളത് ആ ദാർഢ്യം തന്നെയാണ് എപ്പോഴും നിങ്ങളുടെ പുറകോട്ട് വലിക്കുന്നത്. നിങ്ങളുടെ മതത്തിന് വേണ്ടി മറ്റുള്ളവരുടെ കൈവെട്ടുക എന്നുള്ള ദാർഢ്യം തന്നെയാണ് നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നത്, ജനാധിപത്യത്തിൽ നിന്നും ഒറ്റപ്പെടുന്നത്. അതുകൊണ്ടാണ് 1400 വർഷം മുമ്പുള്ള കാടൻ നിയമങ്ങൾ ഇന്നും നടപ്പിലാക്കണമെന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നത്. ഇന്നും ഇറാനിൽ ഒരു മുടിയുടെ അംശം പുറത്ത് കണ്ടാൽ തല്ലുന്ന മുത്തവ്വമാരുള്ളപ്പോൾ അതിനെതിരെയായിട്ടാണ് അവിടെ പെൺകുട്ടികൾ വസ്ത്രം വലിച്ചു കീറി നഗ്നരായി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ കാടൻ നിയമങ്ങൾക്കെതിരെ എപ്പോഴും തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സൗദി അറേബ്യയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇന്ത്യയിൽ മാറ്റങ്ങളല്ല. വീണ്ടും പഴയ എത്രമാത്രം കഠിനമായിട്ടുള്ള മറ്റൊരു അഫ്ഗാനിസ്ഥാൻ ആവാനോ മറ്റൊരു ബംഗ്ലാദേശ് ആവാനോ പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടുത്തെ ഈ സമൂഹം ഇന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഒരു കാലത്തും ഉണ്ടാവാത്ത രീതിയിൽ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ ഇന്നലെ ഒരു പള്ളിയിൽ കയറി ഞങ്ങൾക്കിവിടെ, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ട് ഞങ്ങൾക്കിവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഞങ്ങൾ പറയുന്നത് ഭീകരവാദം എന്ന്. അതിന് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കണം, അതിന് സമ്മതിക്കാത്തതിന് അവിടെ കുമ്പസാരക്കൂട്ടിലുണ്ടായിരുന്ന വിശുദ്ധ വസ്ത്രമെടുത്ത് കക്കൂസിൽ കൊണ്ടുപോയി ഇട്ടു എന്ന് കേൾക്കുമ്പോൾ എവിടെ എത്തി എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇത് തന്നെ ഈരാറ്റുപേട്ടയിൽ നടന്നു. ഇത്തരം ദാർഢ്യങ്ങൾ പവർഫുള്ളായിട്ട് ഞങ്ങൾ പവർഫുള്ളായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ദാർഢ്യമാണ് സുപ്രഭാതത്തിൽ കണ്ടത്. വാട്സ് വഖഫ് ആൾവേസ് വഖഫ് എന്ന് പറയുന്ന ആ ദാർഢ്യം ഉണ്ടല്ലോ, അത് ഈ സ്ട്രെങ്ത്ത് എണ്ണം കൂടിക്കഴിഞ്ഞു. എണ്ണത്തിനൊപ്പം ഞങ്ങൾക്ക് വണ്ണവും കൂടിയിട്ടുണ്ട്. പക്ഷെ കാലാകാലം ഇത് നിലനിൽക്കില്ല. ഇത് ലോകത്തിൻ്റെ എല്ലായിടത്തും ഇത്തരം ചിന്താഗതികൾ നാശത്തിലേക്കേ പോയിട്ടുള്ളൂ. ഗാസ നോക്കൂ, 100-400 ദിവസം മുമ്പ് ആയിരക്കണക്കിന് മനുഷ്യർ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, അവർ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മണ്ണിനടിയിൽ പെരിച്ചാഴികളെപ്പോലെ മാളങ്ങൾ തുളച്ച് അതിലേക്ക് ആയുധങ്ങൾ കയറ്റി ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിലേക്ക് കടന്നു ചെന്ന 1200 പേരെ വെട്ടിനുറുക്കി വെടിവെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നതിൻ്റെ ഫലം ഇന്ന് ഗാസയിൽ കല്ലോട് കല്ല് വീണ് ജലമില്ലാതെ ഭക്ഷണമില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ പുഴുക്കളെപ്പോലെ ജീവിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണ്? ഈ ഭ്രാന്താണ്, മതഭ്രാന്താണ്. സ്വന്തമായിട്ട്
ആ ഉണ്ടായിരുന്ന രാജ്യത്തിന് ആ പെരിച്ചാഴികളെപ്പോലെ ഭൂമി തുളച്ച പണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നെങ്കിൽ മറ്റൊരു ദുബായി ആയി മാറുമായിരുന്നു ഗാസ. അത് ചെയ്തില്ല. അപ്പോഴും തീവ്രവാദത്തിന് വേണ്ടിയാണ് ഈ ലോകത്തുനിന്ന് മുഴുവനും സംഭാവനയായി കിട്ടിയ പണം കൊണ്ട് പെരിച്ചാഴികളെപ്പോലെ ഭൂമിക്കടിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇന്നത് പൊട്ടി തകർന്ന് ഒന്നുമില്ലാതെ, കല്ലോട് കല്ല് നിൽക്കാതെ തകർന്ന് തരിപ്പണമായി. എന്തിൻ്റെ പേരിലാണ്? എന്നിട്ടും ചിന്തിക്കുന്നുണ്ടോ? ലോകത്ത് അശാന്തി ഏറ്റവും കൂടുതൽ പടർത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ്. അവിടേക്ക് നമ്മൾ ഇവിടുത്തെ കേരളവും മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയും മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു സാമാന്യ ബുദ്ധി കൊണ്ട്, സഹനശക്തി കൊണ്ട് ആ നിയമങ്ങൾ വായിച്ചാൽ ഏതൊരു മുസൽമാനും മനസ്സിലാവും ഇത് തോന്നിവാസമാണ്, ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന്. ഒരു നല്ല മുസൽമാനാണെങ്കിൽ അയാൾക്ക് കണ്ടെത്താൻ കഴിയും. ഇത് തിരുത്തണമെന്ന് അയാൾക്ക് പറയാൻ കഴിയും. അത് പറയാൻ തോന്നാത്തത് തന്നെയാണ് ഈ മതത്തിൻ്റെ കുഴപ്പം. ആ കുഴപ്പം മാറ്റിയാൽ നല്ലത്. രാജ്യത്ത് ഈ പറയുന്ന മതേതരത്വം 24 മണിക്കൂറും വിളിച്ച് പറയുന്നല്ലോ, അത് പുലരണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില നീക്കുപോക്കുകൾ വേണ്ടി വരും. അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും ആചാരത്തിൻ്റെ കാര്യത്തിലായാലും ശരി. ആ നീക്കുപോക്കുകളില്ലാതെ ഞങ്ങളത് മാത്രം ശരി, ഞങ്ങൾ മാത്രം ശരി എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് മുന്നോട്ട് പോയാൽ അവിടെ അക്രമമുണ്ടാവും, അശാന്തി ഉണ്ടാവും. ആ അശാന്തി ഉണ്ടായിട്ട് ആ രാജ്യം തന്നെ ഇല്ലാതാവും. ലോകത്തെല്ലായിടത്തും കണ്ടതാണ്. ഉഗാണ്ടയിലും ആഫ്രിക്കയിലും ഒക്കെ കാണുന്നത് അതാണ്. മര്യാദക്ക് ജീവിച്ചിരുന്ന ആൾക്കാരാണ് ബംഗ്ലാദേശ്. ഉണ്ടുറങ്ങി കഴിഞ്ഞവരാണ്. ഇന്ന് ബംഗ്ലാദേശിലെ അവസ്ഥ എന്താണ്? അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ എന്താണ്? മതം അത് നിൽക്കേണ്ടടുത്ത് നിന്നില്ലെങ്കിൽ, അത് ഭ്രാന്തായി കഴിഞ്ഞാൽ ആ രാജ്യം ഇല്ലാതെയായി പോകും. സൗദിക്കത് മനസ്സിലായിരിക്കുന്നു. തീവ്ര നിലപാടുകളിൽ നിന്ന് സൗദി മാറിക്കൊണ്ടിരിക്കുന്നു. ലോകം ചലിക്കുമ്പോൾ ലോകത്തിനൊത്ത് ചലിക്കണമെന്ന് അവർ പഠിച്ചിരിക്കുന്നു. അവിടെ കറുത്ത വസ്ത്രങ്ങൾ പതിയെ മാഞ്ഞുകൊണ്ടിരിക്കുന്നു. പകരം കേരളത്തിലേക്ക് കറുത്ത വസ്ത്രങ്ങൾ എന്താണ് പറയുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നു. കറുത്ത വസ്ത്രങ്ങളുടെ കാഴ്ചയാണ് എല്ലായിടത്തും കാണുന്നത്. 41-42 ഡിഗ്രി ചൂടിലും അതിനകത്ത് സ്ത്രീത്വം നിന്ന് പൊള്ളുന്നു. ആ കറുത്ത ലോഹയ്ക്കകത്ത്, കറുത്ത കുപ്പായത്തിനകത്ത് നിന്ന് പൊള്ളുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. അതേ ചൂടുള്ള അറബ് രാജ്യങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് അവർ മറ്റു വസ്ത്രങ്ങൾ, മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കാൻ പറയുന്നു. ഇവിടെ 6 വയസ്സുള്ള, ഇന്നലെ ഒരു വീഡിയോ കണ്ടു, 6-7 വയസ്സുള്ളൊരു കുട്ടി പർദ്ദയിട്ടിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു കഷ്ണം ബ്രെഡ് എടുക്കും, എന്നിട്ടിത് പൊന്തിയിട്ട് ഇങ്ങനെ തിന്നും. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. അങ്ങോട്ടാണ്, പിന്നോട്ടാണ്, എല്ലാ നിയമത്തിലും. ഈ ഇസ്ലാമിക നിയമം, ആ പ്രാകൃത നിയമം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. കാലത്തിനനുസരിച്ച് പറയുമ്പം പറയും, അയ്യോ ആ ആയത്ത് യുദ്ധസമയത്തുണ്ടായതാണ്, ഈ ആയത്ത് മറ്റേ സമയത്തുണ്ടായതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് പറയണ്ടേ? വള്ളി പുള്ളി പറ്റാൻ പാടില്ല. 2 രീതിയിലാണ് സംസാരിക്കുക. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിംസ്, പാകിസ്ഥാനി മുസ്ലിംസ്. ഇപ്പോൾ അഫ്ഗാൻ എല്ലാം, സിറിയൊക്കെ പഠിച്ചില്ലേ? എന്ത് പഠിച്ച്? തകർന്ന് തരിപ്പണമായിട്ട്. എന്നിട്ടും ഭീകരതയുടെ വേരുകൾ അവിടെ നിന്ന് മാറിയിട്ടില്ല. ഇന്ന് ലബനാൻ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല സുഖസൗകര്യത്തോട് കഴിഞ്ഞ മനുഷ്യർ റോട്ടിൽ വന്ന് പായല്ല പേപ്പർ വിരിച്ച് കിടന്നുറങ്ങും.
അവരുടെ വീടിൻ്റെ അടിയിലും ഇതേപോലെ മിസൈലും അവിടെയും പെരിച്ചാഴികളായിരുന്നു. പെരിച്ചാഴികളൊക്കെ പുകച്ച് പുറത്ത് ചാടിച്ച് അവർ കൊന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവർ കൊല്ലുമ്പോൾ ഈ മാളങ്ങൾ തകർക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങും താഴോട്ട് പോകും. ഈ അവിടെ വസിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല തങ്ങളുടെ ഭൂമിക്കടിയിലൂടെ ഈ പെരിച്ചാഴികൾ തുറന്നു പോയിട്ടുണ്ടെന്ന്. ഒടുവിൽ ഇസ്രായേലിൽ വന്ന് ഇതിനകത്ത് ബോംബ് വെച്ച് പൊട്ടിക്കുമ്പോഴാണ് ഒരു പ്രദേശം ഒന്നായിട്ട് തകർന്നു പോകുന്നത് കാണുന്നത്. ഞാനിത് കൂട്ടിയോജിപ്പിക്കുന്നല്ല, പക്ഷേ മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു സമൂഹം ഈ പറഞ്ഞ എല്ലാ നാനാജാതി മതസ്ഥരുള്ള ഒരു സമൂഹത്തിനകത്ത് ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞ് കുറേ മനുഷ്യരെ പറ്റിച്ചു. ന്യൂനപക്ഷത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലൊക്കെ ഭൂരിപക്ഷമായി നിങ്ങൾ, എന്നിട്ടും പിടിച്ചു പറി നിർത്തിയിട്ടില്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്യപ്പെടും, സമൂഹം ചോദ്യം ചെയ്യപ്പെടും, ഇലക്ഷനുകളെ ബാധിക്കും, ഒരു സംശയവും വേണ്ട. വീണ്ടും നമുക്കിവിടെ നിർത്താം. വീണ്ടും അടുത്ത ദിവസം മറ്റു വിഷയമായിട്ട് സംസാരിക്കാം. നമസ്തേ. ഇന്നത്തെ കൂടിക്കാഴ്ച ഒരു ഇലക്ഷൻ തന്ത്രം തന്നെയായിരുന്നു തീർച്ചയായിട്ടും. ഇന്ന് ലീഗ് അവിടെ പോയത് മറ്റന്നാളത്തെ വോട്ടിനൊരു കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി സഭയെ സോപ്പിടാൻ വേണ്ടി തന്നെ പോയതാണ്. അതല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇടതും വലതും കൂടി തന്നെയാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയിട്ട് സുഖിപ്പിച്ച് ഇവരെ വളർത്തിയത്, ഒരു സംശയവുമില്ല. അതിൽ വലതുപക്ഷവും ഇടതുപക്ഷത്തിനും ഒരേ ഈക്വൽ ചാർജാണ്. മുസാഫിർ വന്നു, ഒന്ന് പോടാപ്പ, ഇതാണോടോ നിൻ്റെ സംസ്കാരം? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തീവ്രവാദമല്ലാതെ സമൂഹമാണ്, ആ സമൂഹത്തിന് വേണ്ടി ഗുണം ചെയ്യണമെന്ന് ഒരു മുസൽമാന് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒന്ന് പോടാപ്പ എന്ന് പറയുന്നത്. അടുത്ത ആൾ വന്ന് സിയായി കയറ്റി, മരണശേഷം ഒരു ജീവിതം ഇല്ലെങ്കിൽ എവിടെ മനുഷ്യന് നീതി? മരണശേഷം ഒരു കോപ്പുമില്ലടൂ. മരണശേഷം 72 ഊറികളെ കിട്ടുമെന്ന് പറഞ്ഞ് സായി നീ ഇവിടെ കടന്ന് തലകുത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ ഒരു ഹൂറിയും കിട്ടാൻ പോകുന്നില്ല എന്ന് എൻ്റെ വിശ്വാസം. ഇവിടെ ഒരു ഹൂറിനെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, പിന്നെ അവിടെ പോയിട്ട് 72 ഹൂറിനെയും കൊണ്ട് ജീവിക്കാൻ പോകുന്നത്. മരണശേഷം എന്ത് ജീവിതം? ഇവിടെ മനുഷ്യനായിട്ട് ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക. മനുഷ്യനായിട്ട് ഇവിടെ ഒന്ന് ജീവിച്ച് മരിക്കുക. അതല്ലാതെ നാളെ മരിച്ചു ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മനുഷ്യത്വമില്ലാതെ ജീവിക്കാതെ പോകുന്നു. അതാണ് വ്യത്യാസം. അതുതന്നെയാണ് വഖഫ്. സഭയെക്കുറിച്ച് ഞാനിപ്പോൾ വേറൊന്നും പറഞ്ഞില്ല. സഭയ്ക്ക് എന്ത് വേണമെന്ന് സഭയാണ് തീരുമാനിക്കേണ്ടത്. ഇത് കേവലം മുനമ്പത്തെ പ്രശ്നമാക്കിയിട്ട് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമായി സഭ കാണുകയാണെങ്കിൽ പിന്നീട് ഒരു പ്രശ്നം വരുമ്പം സഭയുടെ കൂടെ ആരുണ്ടാവും എന്നുള്ളത് സഭ ചിന്തിച്ചാൽ നല്ലത്. എല്ലാ സഭകളും അല്ലേ പറയുന്നത്. ഇതിനെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഇത് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് ആളുകളും ഉണ്ട് ആ വിഭാഗത്തിൽ. അവർക്ക് താൽക്കാലിക മുതലെടുപ്പ് മാത്രമാണ് ലക്ഷ്യം ഉണ്ടാവുക. അതെ, മല്ലൂസ് ആർ ദ സോക്കോൾഡ് പ്രബുദ്ധർ. മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി രാക്ഷസന്മാരെന്നാണ് പറഞ്ഞത്. എന്നാൽ ബുദ്ധി തൊട്ടടുത്ത് കൂടി പോകാത്തൊരു വിഭാഗമുണ്ട് മലയാളിയാണ്. ബാക്കി എല്ലാവരും മാറി. ഇന്ന് കേരളത്തിലൊരു തമിഴിനെ കാണാൻ പറ്റുമോ? അവനവിടെ നന്നായി ജീവിക്കുന്ന അവൻ്റെ നാട്ടിൽ. ഇന്ന് കേരളത്തിൽ ബംഗാളികൾ മാത്രമേ ഉള്ളൂ. അതുണ്ടാക്കി വെച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. മലയാളി മുഴുവനുള്ളത് സൗദി അറേബ്യയിലും ദുബായിലും പോയിട്ട് അവിടെ പോയിട്ട് പണിയെടുക്കുന്നു. മലയാളിക്ക് ഈ പൊങ്ങച്ചം പറഞ്ഞ് നടക്കാനുള്ള, അതല്ലാതെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ആർക്കായാലും എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മലയാളി ഇങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. മലയാളി ഒരു കാര്യത്തിനും ഒരുമിച്ച് നിൽക്കില്ല. അതിങ്ങനെ പറയുമ്പം ഭയങ്കര വിദ്യാഭ്യാസം. എന്ത് വിദ്യാഭ്യാസമാണ് നമുക്കുള്ളത്? 10ാം ക്ലാസ്സിലെത്തുമ്പോൾ എല്ലാത്തിനെയും ഒരുമിച്ച് ജയിപ്പിച്ചു വിടും.
അത് 12ാം ക്ലാസ്സിൽ ഒരുമിച്ച് ജയിപ്പിച്ച് വിടും. എന്നിട്ട് 8x8 എന്ന് ഗുണിക്കാൻ അറിയാത്തവൻ എൻജിനീയറിങ്ങിന് പോവും. എന്നിട്ട് പുറത്ത് പ്രൈവറ്റ് എൻജിനീയറിംഗ് അവിടുത്തെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്തേക്ക് വിടും. അവൻ പാലം പണിതാലും പാലം താഴെ വീഴും. പലപ്പോഴും യോഗ്യതക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയോ കാര്യങ്ങളോ മലയാളിക്കില്ല, ബോധവുമില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മൂന്നാമതൊരിടം കാണാതെ പോകുന്നത് മലയാളി. ഇവിടുത്തെ ബാക്കി എല്ലായിടത്തും മാറ്റങ്ങൾ വന്നപ്പോൾ എല്ലാ സ്റ്റേറ്റും ഹൈവേ കഴിഞ്ഞു. നമ്മുടെ സ്റ്റേറ്റിൽ ഹൈവേ എത്തുന്നേ ഉള്ളൂ. നമ്മുടെ സ്റ്റേറ്റിന് ഹൈവേ എത്തുന്നേ ഉള്ളൂ. ബാക്കി നാഗ്പൂരൊക്കെ ഞാൻ പോയപ്പോൾ ഞെട്ടിപ്പോയി. 3 നിലയിലാണ് ഹൈവേ ഓടിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനും ബസ്സും കാറും 3 തട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരൊറ്റ ലൈനായിട്ട് നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല മലയാളി. അതാണ് മലയാളിയുടെ അവസ്ഥ. എന്തായാലും സന്തോഷം, ദീർഘിപ്പിക്കുന്നില്ല. സമയം 10:30 ഇലക്ഷന് മുമ്പ് ഇലക്ഷന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇത് മരണശേഷം ജീവിതം നയിക്കുന്ന സായി കേട്ടിക്ക് 72 അല്ല ഒരു 150 ഹൂരികളെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സായി കേട്ടിക്ക് അത് കിട്ടട്ടെ. 1000 പേരെ കൊന്നവന് എവിടെ ശിക്ഷ? അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. സായി കേട്ടി ആയിരക്കണക്കിന് ഹൈന്ദവരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇവിടെ. എവിടെ നിന്നൊക്കെ അറിയോ? സായി കേട്ടിക്ക് അറിയോ? ഇവിടെ 2 യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, നളന്ദ, തക്ഷശില. പോയി കണ്ടിട്ടുണ്ടോ മോനൊന്ന് പോയി കാണും. നളന്ദ കത്തിച്ചത് ആരാണെന്ന് മോനൊന്ന് പഠിക്ക്. ആരാണ് രാമക്ഷേത്രം തകർത്തതെന്ന് മോനൊന്ന് പഠിക്ക്. എങ്ങനെയാണ് കുത്തുബ് മിനാർ ഉണ്ടാക്കിയത് എന്ന് മോനൊന്ന് പഠിക്ക്. അങ്ങനെ മോൻ പോയിട്ട് പഠിച്ചിട്ട് വാ. അങ്ങ് ചെങ്കിസ് ഖാൻ്റെ പരമ്പരയിൽ ഇസ്ലാമായിട്ട് വന്നിട്ട് ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഇതൊക്കെ എന്താണെന്ന് മോൻ പോയി പഠിച്ചിട്ട് വാ. ഒന്ന് സഞ്ചരിച്ച് നോക്ക്. ഭൂമിയിൽ എവിടെ മനുഷ്യന് നീതിയും ശിക്ഷയും ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിച്ച് മരിച്ചവർക്ക് എവിടെ പ്രതിഫലം? എന്ത് കോപ്പാടോ ഇതേ! താനൊക്കെ ഈ രാജ്യത്ത് ജനിക്കേണ്ടവനല്ല. ഇയാളൊക്കെ പിന്നെ എങ്ങനെ മനുഷ്യനായിട്ട് ജീവിക്കും? മരിച്ചു ചെന്നിട്ട് എന്തിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാക്കും ഈ പറയുന്ന സായി കേട്ടിയൊക്കെ ഈ പറയുന്ന സുഡാപ്പിയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. മരിച്ചു ചെന്നിട്ട് കിട്ടുന്നത്, മരിച്ചു ചെന്നിട്ട് കിട്ടണമെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ തന്നെ കിട്ടണമെങ്കിൽ ഇവിടെ ലോകത്ത് മാന്യമായിട്ട് ജീവിക്കാൻ പഠിക്കുക, മാന്യമായിട്ട് ജീവിക്കാൻ പഠിക്കുക. മറ്റുള്ളവരെ സഹായിക്കും, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, അന്യൻ്റെ വിശ്വാസങ്ങളെ ദ്രോഹിക്കാതെ, ചോദ്യം ചെയ്യാതെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം എന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവൻ്റെ മൂല്യങ്ങളെ പഠിച്ച് ജീവിക്കുക. ഭാരതത്തിലാണ് ജനിച്ചത്. ആ ഭാരതത്തിന് നന്മയുടെ വലിയ ഒരു ശേഖരമുണ്ട്. 1400 വർഷം മുമ്പുള്ള കാടത്തമല്ല ഭാരതത്തിനുള്ളത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കും വന്നിട്ട് മതം പറയുന്നത് ഇത് തന്നെയാണ് ഇസ്ലാം. അവനെ സംബന്ധിച്ചുള്ള മരിച്ചു എന്നിട്ടുള്ളതാണ്. അള്ളാഹ് ഭൂമി ഉണ്ടാക്കിയിട്ട് മരിച്ചു ചെല്ലുമ്പോൾ 72 ഓറി, അതിൻ്റെ കൂടെ എന്താണ് തേനിൻ്റെ പുഴ, പാലിൻ്റെ പുഴ, ഒടുക്കത്തെ പെണ്ണുങ്ങൾ, നിതംബം, ബാല്യ നിതംബങ്ങൾ, ഉടയാത്ത മുലകൾ. ഇതാണ് ചിന്ത. ഒരു വിഷയം പറയുമ്പോൾ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയം പറയുമ്പോഴും അതിനകത്ത് പോലും വന്നിട്ട് അതാണ് അവരുടെ, അത്രേ ഉള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇവരോടൊക്കെ മറുപടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൊടുക്കേണ്ടി വരും. ഞാനത് ചെയ്യുന്നില്ല. മനുഷ്യനാവണം. ശരി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.